നിങ്ങളെന്നുകൊണ്ട് ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. എല്ലാവർക്കും മൊത്തത്തിലൊരു പരാതിയാ. എല്ലാവരും ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിച്ചു. നിങ്ങളാണെങ്കിൽ ഈ നാട്ടിൽ അറിയപ്പെട്ട ഉമ്മയോടുള്ള പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ രാജാവാൻ. എന്തുകൊണ്ട് നിങ്ങൾ ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല? ആ സമയത്ത് അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അഖാഫു അൻ തസ്ബഖ ബിയദയ്യ യദഹാ ഇലാ മാ തസ്ബിഖു ഇലൈഹി ഐനാ. ഒരു പാത്രത്തിൽ ഇരുന്ന് ഞാനും ഉമ്മയും ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ആദ്യം ഭക്ഷണം വാരി, ഉമ്മ രണ്ടാമത് വാരി, മൂന്നാമത് ഞാൻ ഭക്ഷണം വാരുമ്പോ എന്റെ മനസ്സിൽ പേടിയുണ്ട്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എടുക്കാൻ ദേവിച്ച ഭക്ഷണമെങ്ങാനും ഞാൻ എടുത്ത് കഴിച്ചു പോയാൽ അത് ഉമ്മയുടെ മനസ്സിൽ സങ്കടമുണ്ടാവില്ലേ? ഒരു പാത്രത്തിൽ ഇരുന്ന് കഴിക്കുമ്പോ ഉമ്മ ആദ്യം കഴിച്ചു, രണ്ടാമത് ഞാൻ കഴിച്ചു, പിന്നെ അടുത്ത ഉമ്മ എടുക്കാൻ വിചാരിച്ച ഭക്ഷണത്തിന്റെ അംശമെങ്ങാനും ഞാൻ എടുത്തു പോയാൽ അതിന്റെ ഉമ്മാക്ക് സങ്കടമാകുമോ എന്ന പേടിയുള്ളത് കൊണ്ടാണ് ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കാത്തതെന്ന് പറയുമ്പോ അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സവിടം വരെ എത്തിയിട്ടില്ല. അല്ലാ, എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ നിങ്ങൾ വളർത്തുന്ന കൊമേരിയൻ പട്ടിക്കുട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റിന്റെ പണം പോലും ഉമ്മാക്ക് നിങ്ങളെ ചിലവിന് കൊടുക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഭാര്യമാരുടെ മുമ്പ് ഉമ്മയും ബാപ്പയും വന്ന് ഊച്ചാനിച്ചു നിൽക്കുകയാണ്. അതിന് പോകുന്ന നൗഷാദ് വാക്കൽ വരുന്നു, ബക്കറ്റിലിട്ട് കൊടുക്കാൻ ഒരു 10 രൂപ വേണമല്ലോ എന്ന് മരുമോളുടെ മുമ്പ് പോയി മാമി ചോദിക്കുന്ന, അമ്മാവി ചോദിക്കുന്ന, ഭർത്താവിന്റെ വാപ്പ ചോദിക്കുന്ന കാലം. സാധുവാക്കവി വരുമ്പോ, കബീർ വാക്കവി വരുമ്പോ പിരിവാണല്ലോ. നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കത് അഭിമാനമാണ്. നിങ്ങൾ പറയുന്ന ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളിയിട്ട് അഭിമാനത്തോടെയാണ് ഞങ്ങളത് ഏറ്റെടുക്കുന്നത്. എന്തുകൊണ്ടെന്നറിയോ? എത്രയോ യതീമീങ്ങൾക്ക് ഈ നാവുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ അറബി കോളേജുകൾ, എത്രയോ സ്ഥാപനങ്ങൾ. അതിനൊക്കെ പകരം മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഈ ലോകത്തിൽ നിന്ന് പ്രഭവരെത്തിയ മുഖവുമാറി വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് പൊട്ടച്ചിറ അങ്കടി അറബി കോളേജ് എന്ന ഞാൻ പഠിച്ച മനോഹരമായ സ്ഥാപനത്തില് എത്രയോ വർഷം കൊണ്ട് ബീവിയുമാണ് ആണ്ട് നേർച്ചയ്ക്ക് പ്രസംഗിക്കുന്നത്. ഞാനാ ഒരു പ്രാവശ്യം പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ 2ാമത്തെ ദിവസം സ്റ്റേജിലിരിക്കുമ്പോ അന്ന് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇന്നലെ ബാക്കവി അൻവരി അറബി കോളേജിന്റെ ഹിഫ്ദ് ഖുർആനിന് വേണ്ടിയിട്ട് ഒരുപാട് പണം പിരിച്ചു നിറഞ്ഞു. ഇനി കുറെ പൈസ കൂടി ബാക്കി പിരിക്കാനുണ്ട്, അതും ആ ബാക്കവി ചെയ്തുകൊള്ളുമെന്ന് പറഞ്ഞപ്പോ രോമാഞ്ചമുണ്ടായിപ്പോയി. പ്രിയപ്പെട്ടവരെ,